വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ. 2026 IIT എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴുള്ള ജീവിതത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പം ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യപ്പെടുകയും നിങ്ങളുടെ ലൈഫിനെ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളുടെ ജീവിതം എന്താണെന്ന് മാറ്റി തീർക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് നമ്മുടെ IIT എക്സാമിനേഷൻ. IIT എക്സാമിനേഷൻ്റെ കടമ്പകൾ ഓരോന്ന് കയറി വരുമ്പോഴും ഈ പരീക്ഷയിൽ നമുക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെ ആകണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ഞാൻ വെക്കുന്നത്. കഴിഞ്ഞ 35 വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് IIT പരീക്ഷ എന്ന് പറയുന്നതും ഒരു IIT-നാകുക എന്ന് പറയുന്നതും പിന്നീടുള്ള ജീവിത ക്രമം രൂപപ്പെടുന്നതൊക്കെ പ്രത്യേകമായ ഒരു രീതിയിലാണ്. ഒരിക്കലും ഒരു ഇൻ്റലക്ച്വൽ ആയതുകൊണ്ട് മാത്രം ഒരു IIT-നാകണം എന്ന് നിർബന്ധമില്ല. ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരുപാട് ജീനിയസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരെത്ര പേര് IIT-യിൽ പോകുന്നു അല്ലെങ്കിൽ അവിടുന്ന് വരുന്നു എന്ന് നമുക്ക് കണക്കാക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് IIT എന്ന് പറയുന്നത്? IIT-യുടെ എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സ്റ്റുഡൻറ്റ് അവൻ +1 +2 പഠിച്ച് +2 കഴിഞ്ഞിട്ട് വീണ്ടും റിവിഷൻ നടത്തിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഒക്കെ ചെല്ലുമ്പം അവൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എക്സാമിനേഷൻ്റെ പാറ്റേൺ വെച്ച് വളരെ ഡിഫറൻ്റായ ഒരു പാറ്റേണാണ് IIT എക്സാമിനേഷൻ ഉള്ളത്. ഒന്ന്, സ്കൂളിങ്ങിലൂടെ നിങ്ങൾ ക്രമപ്പെടുത്തിയെടുക്കുന്ന എക്സാമിനേഷനാണ്. ആനുവൽ എക്സാമിനേഷനൊക്കെ കഴിയുമ്പം നമുക്ക് കിട്ടുന്ന സ്കോറും ഒക്കെ വെച്ച് ഫുൾ A+ അല്ലെങ്കിൽ എല്ലാത്തിനും നല്ല മാർക്കും അതിന് ഫസ്റ്റ് റാങ്കും ഒക്കെ കിട്ടുന്ന കുട്ടികളെ നമുക്കറിയാം. അത് ബോർഡ് ലെവൽ എക്സാമിനേഷനാണ്. അത് സ്റ്റേറ്റ് ലെവലായാലും CBSE ആയാലും ഒക്കെ പല ബോർഡുകളുടെ കീഴിൽ എഴുതുന്ന എക്സാമിനേഷൻ. അതിൻ്റെ തയ്യാറെടുപ്പും IIT-യുടെ തയ്യാറെടുപ്പും വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ ആ തയ്യാറെടുപ്പ് നിലനിൽക്കെ അതിനേക്കാൾ അപ്പുറത്തോട്ട് നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലോട്ടുള്ള എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പും നാഷണൽ ലെവലിൽ നിൽക്കുന്ന NIT-കളിലോട്ടുള്ള എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പും അതും കഴിഞ്ഞ് അതിന് മുകളിൽ വരുന്ന നമ്മുടെ IIT-യിലോട്ടുള്ള തയ്യാറെടുപ്പും ഒന്ന് കമ്പയർ ചെയ്തിട്ട് അതിനു വേണ്ട സമീപനങ്ങളെ കൃത്യതയോടെ ആർജിക്കുന്ന ഒരു കരുത്ത് നിങ്ങൾ നേടുമ്പോഴാണ് നിങ്ങളൊരു IIT-യിലോട്ട് എത്തുക. ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുള്ളതുപോലെ ഒന്ന് ഈ പറയുന്ന 4 ലെവലുകളെയും നമുക്ക് മാറ്റിവെച്ചിട്ട് ഒരിക്കലും ഒരാൾക്ക് IIT-നാകാൻ പറ്റില്ല. നമ്മളൊരു വലിയ ജാറിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കുന്നത് പോലെയാകാം. IIT-യുടെ ചോദ്യങ്ങളെ മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ മാത്രം നമ്മൾ തയ്യാറെടുത്തുകൊണ്ട് നമുക്കൊരിക്കലും ഒരു IIT-നാകാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ബുദ്ധിയെ ഒരു ടാങ്കായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലെവല് വാട്ടർ ലെവൽ പൊങ്ങണമെങ്കിൽ അതിൻ്റെ ബേസ് ലെവലായിട്ടുള്ള 1-ാം ഘട്ടം അത് നമ്മുടെ NCERT ലെവൽ തന്നെയാണ്. ആ NCERT ലെവലിലുള്ളതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുകയും ബോർഡ് ലെവലിൽ നമുക്ക് നല്ല മാർക്ക് എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം ആ നോളജിനെ നമ്മൾ ഒരു സ്റ്റേജും കൂടി ഉയർത്തുമ്പോഴാണ് നമ്മൾ കേരള ലെവലിലോട്ട് നമ്മുടെ കീമിൻ്റെ ലെവലിലോട്ട് നിങ്ങൾക്ക് മാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനത്തിലോട്ട് എത്തുന്നത്. കീമിൻ്റെ പരീക്ഷ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇച്ചിരി കൂടുതലാണ്, ടൈം കൺസംഷൻ ഓരോ ചോദ്യം വെച്ച് നമുക്ക് കുറവുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് നേരത്തെ അപേക്ഷിച്ചുള്ള വ്യത്യാസം വരുത്തുന്നുണ്ട്. അതൊരു ആവർത്തന സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളെ വെച്ച് പ്രാക്ടീസ് ചെയ്താൽ അത്യാവശ്യം നല്ല റാങ്ക് നിങ്ങൾക്ക് നേടാവുന്ന ഒന്നാണ് നമ്മുടെ കീമിൻ്റെ പരീക്ഷയിൽ ഉണ്ടാവുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ NIT-യിലോട്ടുള്ള എക്സാമിനേഷൻ എഴുതുമ്പോൾ ഞാനിത് പറയാൻ കാരണം NIT-യിലോട്ടുള്ള എക്സാമിനേഷൻ്റെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ കഴിയാതെ പാസ്സാവാതെ ഒരു വ്യക്തിക്കും IIT-യുടെ എക്സാമിനേഷനിലോട്ട് എഴുതാൻ സാധ്യമാകുന്നതല്ല. അപ്പം കുട്ടികൾ ആദ്യം IIT-യുടെ എക്സാമിനേഷൻ സ്വപ്നം കാണുന്ന പ്രവർത്തനം വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് സ്റ്റോൺ അല്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NIT-ക്ക് ഒരു നല്ല മാന്യമായ ഒരു സ്കോർ നേടുക എന്നത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും NIT ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ JEE-ൻ്റെ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ എടുത്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം പിന്നെ വരുന്ന നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് 2 ടാസ്ക് ഉണ്ട്. അതിലൊന്ന് അവരുടെ ബോർഡ് ലെവൽ എക്സാമിനേഷന് നല്ല മാർക്കാണ്. ഇതിനോട് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇത്തവണ ആ ഒരു റിസ്ക് ഇല്ല, ബാക്കിയുള്ള സമയങ്ങൾ മാത്രമാണ്.
അതിൽ തന്നെ JEE-ൻ്റെ നമ്മുടെ സ്കോർ എടുത്തിട്ട് അതിനുള്ള അപ്രോച്ചിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അഡ്വാൻസ് ലെവലിലോട്ട് നമ്മൾ പോകേണ്ടത്. അഡ്വാൻസ് ലെവലിലോട്ട് നമ്മൾ തിരിക്കുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്ന് സബ്ജക്റ്റിൻ്റെ ലെവലിലുള്ള ക്ലാരിറ്റിയാണ്. ഫിസിക്സ് ആയാലും മാത്തമാറ്റിക്സ് ആയാലും കെമിസ്ട്രി ആയാലും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകളെ കൃത്യതയോടെ പഠിച്ചു വെക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഒരു ചോദ്യം ഒന്നും കൂടി എഴുതി സമയം കളഞ്ഞ് നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഒന്നും കൂടി എഴുതി സമയം കളഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. അങ്ങനെ വരുമ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കാൻ ശ്രമിക്കുമ്പം ആദ്യം ചെയ്യേണ്ടത് ചെയ്യുന്ന പ്രതലം പേപ്പർ അല്ലെങ്കിൽ പേപ്പറെല്ലാം കൂടി ചേർക്കുന്ന ബുക്ക് അതിൽ വൃത്തിയായിട്ട് തന്നെ എഴുതി ശീലിക്കുക എന്നത് തന്നെയാണ്. വൃത്തിയായിട്ട് എഴുതി സൂക്ഷിച്ചാലുള്ള ഗുണം വീണ്ടും നിങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് വൃത്തിയോടെ നിങ്ങൾക്ക് മനസ്സിൽ ഓർക്കാനും എക്സാം ഹാളിൽ ആ ബുദ്ധി ടാങ്കിനെ പ്രയോഗിക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ കണ്ടൻറ്റുകളെ, നമുക്ക് പഠിക്കാനായിട്ട് വേണ്ട കണ്ടൻറ്റുകളെ പ്രോപ്പറായിട്ട് സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ദിവസങ്ങളോളം അതിന് പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ എടുത്ത് റിസീവ് ചെയ്ത് ബ്രെയിനിലെത്തിക്കുന്ന ഒരു പണിയുണ്ട്. ബ്രെയിനിലെത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധിയാണ്. നിങ്ങളുടെ ബുക്കുകളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റ് ആളുകളുടെ ബുദ്ധിയിലെത്തിയതാണ്. ആ ബുദ്ധിയിലെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലോട്ട് എത്തിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയിലോട്ട് ബുദ്ധിമുട്ടുന്ന പണിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പഠിത്തം. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജോലി തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. കഷ്ടപ്പാട് നമുക്ക് രണ്ടാം ഭാഗമാണ്. ബുദ്ധിയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജോലിയിലാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. അതിനാദ്യം തന്നെ നിങ്ങളുടെ ബുദ്ധിയുടെ വിഷ്വൽ പ്ലെയിനായ പേപ്പർ, ബ്രെയിനിൻ്റെ വിഷ്വൽ പ്ലെയിനാണ് പേപ്പർ, അതിൽ വൃത്തിയോടെ എഴുതി കാര്യങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ തുടങ്ങണം. ഇതാണ് നമ്മുടെ ഒന്നാം ഭാഗം. അത് നിങ്ങൾക്ക് കൂടുതൽ വീണ്ടും നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ആവർത്തനത്തിലൂടെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ചില പോയിന്റുകൾ കുറിച്ച് വെക്കാനായിട്ട് വേണ്ട ചെറിയൊരു ബുക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഞാൻ പല കുട്ടികളോടും പറയാറുണ്ട്, നമ്മൾ റഫ് ബുക്കിന് അല്ലെ റഫ് പേപ്പറിനായിട്ട് വർക്ക് ചെയ്യുമ്പം അതിന് നിർബന്ധമായിട്ടും അതിൻ്റെ ആ ബുക്ക്, അത് പേപ്പറിനേക്കാൾ നല്ല ബുക്ക് തന്നെയാണ്. ബുക്കിൻ്റെ മുകളിൽ ഡിസംബർ എന്ന് എഴുതി വെച്ചാൽ ഡിസംബർ മാസത്തിൽ നമുക്ക് എടുക്കുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് ആ ബുക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതിന് ഫിസിക്സിനൊരു ബുക്ക്, കെമിസ്ട്രിക്ക് ഒരു ബുക്ക്, മാത്സിനൊരു ബുക്ക് എന്നാണെങ്കിൽ അതിലൂടെ നമുക്ക് പോകാൻ പറ്റും. പലരും പഠിക്കുന്നത് കാണുമ്പം അവർ പേപ്പർ ലാഭിക്കാനാണ് പഠിക്കുന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടാകാറുണ്ട്. ഞാൻ അത്തരം കുട്ടികളെ വളരെ സ്നേഹത്തോടെയും അല്ലാതെയും ഒക്കെ പറയാറുണ്ട്. എങ്കിലും നിങ്ങൾ ഓർക്കുക, നമ്മുടെ പഠനം ഒരിക്കലും പേപ്പർ ലാഭിക്കാനായിട്ടല്ല, ബുദ്ധിയെ ക്രമപ്പെടുത്താനുള്ളതാണ് എന്ന് തിരിച്ചറിയണം. ബുദ്ധിയെ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ അപ്ഡേറ്റ് ചെയ്ത് നൽകുകയാണ്. അത്തരം അപ്ഡേറ്റഡ് ബുദ്ധിയുള്ള ആളുകൾക്കാണ് വരാൻ പോകുന്ന കാലത്ത് വളരെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുക. അങ്ങനെ ഉള്ള ഒരിടത്തിലോട്ടാണ് നിങ്ങൾ എത്തേണ്ടതെങ്കിൽ, ഒരു IITian ആകേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിൽ പ്ലാനിങ് ഉണ്ടാവണം. പല ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, IITian എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയുടെ സക്സസ് ആണ്. എങ്ങനെയാണോ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്ലാൻഡ് ആക്ടിവിറ്റി എങ്ങനെയൊക്കെ ആകുന്നു എന്നുള്ളതിൻ്റെ ആകത്തുകയാണ് ഒരാളെ IITian ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു IITയിൽ നിന്ന് ഇറങ്ങുമ്പം ഒരാളെ സംബന്ധിച്ച് അയാളൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, ആർക്കും വിധേയനാവാത്ത ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിരിക്കും. അതവൻ്റെ ബ്രെയിൻ നേച്ചറാണ്, അവൻ്റെ ഹാബിറ്റാണ്, അവൻ്റെ സ്വഭാവമാണ്, അവൻ്റെ രീതികളാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഒക്കെ തയ്യാറെടുക്കലാണ് ഒരു IITൻ്റെ പഠനം. അത് ഇവൻ്റെ ഈ 17 വയസ്സിൽ അല്ലെ 16 വയസ്സിൽ അങ്ങനെ എത്താൻ വേണ്ടിയുള്ള ടാർഗറ്റ് ഈ IITയുടെ ചോദ്യങ്ങളും അതുപോലുള്ള ഉത്തരങ്ങളൊക്കെ പഠിക്കലാണ്. അത് കൃത്യതയോടെ നമ്മൾ ചേർത്ത് പഠിച്ചു വെക്കുമ്പം നമ്മുടെ ഹാബിറ്റ് കൃത്യമാവുകയും ഒരു IITian ആവുകയും ചെയ്യുകയാണ് ചെയ്തത്. IITian ആകുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. ഏറ്റവും ചെറിയ റാങ്ക് ആണെങ്കിലും ഏറ്റവും വലിയ റാങ്ക് ആണെങ്കിലും, ഞാൻ നിങ്ങളുടെ റാങ്കൊക്കെ നിങ്ങൾ നോക്കുന്ന ഒരു സ്കീം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ എത്തുമ്പം നമുക്ക് ഈ വലിയ റാങ്കുകൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ IIT ബോംബെയിൽ പോകാനായിട്ട് വേണ്ട റാങ്ക്, IIT ഖരഗ്പൂർ പോകാനുള്ള റാങ്ക്, അല്ലെങ്കിൽ പാലക്കാട് പോകാനുള്ള റാങ്ക്, ഇങ്ങനെയുള്ളതിനേക്കാളൊക്കെ ആകെത്തുക നോക്കുമ്പം IITian ആകുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്കൊരിക്കലും ഒരു NITയിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്രാൻഡിങ് നേച്ചറല്ല IITian ആവുന്നത്. എന്നാൽ അതിലെ NITയിൽ ആകുമ്പോൾ അവിടുന്ന് ഒരു ബ്രാൻഡിങ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ മറ്റു എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ ഉണ്ടാവും. ആകത്തുക ടെക്നോളജിയുടെ ആധിക്യം നിൽക്കുന്ന ഈ കാലത്ത് എവിടെയെങ്കിലും ബിടെക് നമ്മൾ എടുക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നല്ല പ്ലേസിൽ നിന്ന് ബിടെക് എടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നിടത്താണ് ഒരാളെ IITian ആക്കുന്നത്. ഇതിൽ ഞാൻ 3 കാര്യങ്ങളായിട്ട് തരം തിരിക്കുന്നുണ്ട്.
നിങ്ങളെ സംബന്ധിച്ച് ഒരു IIT ആകണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കണ്ടൻറ്റ് വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്ത് പഠിക്കുക. അതാ ഓരോ മാസവും ഓരോ ദിവസവും ഒക്കെ എന്തൊക്കെ പഠിക്കണമെന്നുള്ള പ്ലാനിങ്. അതാണ് നിങ്ങളൊരു IITൻ്റെ പ്രത്യേകത, പ്ലാനിങ്. ആ പ്ലാനിങ് നിങ്ങളുടെ സബ്ജക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. റിവിഷൻ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് എടുക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന രൂപത്തിലൂടെ നിങ്ങൾക്ക് ആ പ്ലാനിങ്ങിൻ്റെ ഒന്നാം ഘട്ടത്തിൽ സക്സസ് ആവും. എന്നാൽ രണ്ടാമതൊരു കാര്യം വളരെ കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഠിച്ചു വെച്ചിട്ടല്ല മാർക്ക് പോകുന്നത്. നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ അവർ ഒരു എക്സാമിനേഷൻ എഴുതുമ്പം നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഫീൽ ആയിട്ട് എക്സാമിനേഷൻ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്ന കുട്ടികളുണ്ട്. അവർ പഠിക്കാഞ്ഞത് കൊണ്ടല്ല, പഠിച്ച് നമ്മൾ പ്ലാൻഡ് ആക്കി വെച്ചതിന് ശേഷം ഹൗ ടു പെർഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പെർഫോമൻസ് വളരെ പ്രത്യേകതയുണ്ട്. അതിലൊന്ന് ഓർക്കേണ്ടത്, നമ്മുടെ ബുദ്ധിയിൽ ആ പരീക്ഷാ ദിവസം ഏറ്റവും ഹാപ്പിയറായിട്ട് ബ്രെയിൻ കിട്ടുമ്പോഴാണ്, അല്ലെ ബ്രെയിനിൻ്റെ നമ്മുടെ ജീവിതാവസ്ഥ കിട്ടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മനോഹരമായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നത്. അത് മാത്സ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് വളരെ സന്തോഷം ജനിപ്പിച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം മാത്സ് എന്ന്, അല്ല പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോലിയും അതിൻ്റെ അർഹതയിലോട്ട് മാറ്റപ്പെടും. അപ്പോൾ സന്തോഷിക്കത്തക്ക രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിനേഷൻ അങ്ങനെ, IIT എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കപ്പെടേണ്ട ദിവസമായിരിക്കണം. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ആകുന്നുണ്ടോ? ആക്ച്വലി IIT എക്സാമിനേഷൻ വരുമ്പം ഒരുപാട് കുട്ടികൾ പാനിക്കാവാറുണ്ട്. വ്യക്തിഗതമായിട്ട് എനിക്കറിയാവുന്ന ഒരു അനുഭവം കൂടി ഉണ്ട്. ഐസായിപ്പോയ സ്റ്റുഡൻറ്റിനെ എനിക്ക് നേരിട്ടറിയാം, രാവിലെ ആയപ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നും ആകാതെ എടുക്കുന്നതിൽ തന്നെ മുഖ്യമായൊരു കാരണമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എക്സാമിനേഷനെ സംബന്ധിക്കുന്ന ഒരു അവെയർനെസ്, സബ്ജക്റ്റിൻ്റെ അവെയർനെസ്സിനോടൊപ്പം സബ്ജക്റ്റ് ഇതരമായിട്ടുള്ള IITയുടെ അവെയർനെസ്സും കൂടെ ഉണ്ടാവണം. ഞാൻ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾക്കിടയിൽ നമ്മൾ ഒരുപാട് ടയേർഡാകുമ്പം നമ്മൾ IITയുടെ എക്സാമിനേഷൻ്റെ പാറ്റേണിനെക്കുറിച്ചും നിങ്ങൾക്ക് അന്ന് അറിഞ്ഞു വെക്കണം. പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ MMCQ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ് ചോദ്യം, അങ്ങനെയുള്ളതല്ല. ഒരു IIT എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ IIT എക്സാമുകളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കുട്ടികൾക്കുള്ള മാർക്കുകൾ എങ്ങനെയൊക്കെയാണ്, അവർക്കൊരു നമുക്കിഷ്ടമുള്ള ബ്രാഞ്ചിൽ പോകാൻ എത്ര മാർക്ക് വേണം, അതിലേത് നല്ല ബ്രാഞ്ചാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് അന്വേഷിക്കണം. അതിനെനിക്ക് ആദ്യം നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്, നമ്മുടെ IIT എക്സാമിനേഷൻ ഓരോ മേജർ IITകളും ഓരോ വർഷം കണ്ടക്ട് ചെയ്യുമ്പം അവരുടെ ഒരു സൈറ്റ് അപ്ഡേറ്റ് ചെയ്യും. കാൻപൂർ IIT ആണ് കഴിഞ്ഞ 2025 നിങ്ങളുടെ IIT എക്സാമിനേഷൻ നടത്തിയത്. അപ്പോൾ നമുക്ക് ആ IIT അഡ്വാൻസ്ഡ് 2021 സൈറ്റിൽ ചെല്ലുമ്പം അവരുടെ ആ വളരെ പഴകിയ ഒരു കെട്ടിടം, അവരുടെ പൗരാണികതയുടെ എബിലിറ്റി ആയിട്ടാണ് ആ ബിൽഡിംഗ് കാണിക്കുന്നത്. അത്തരം ഇത് വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആർക്കൈവ്സിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുമ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ റിപ്പോർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് IITയുടെ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 4 വർഷത്തെ റിപ്പോർട്ടുകൾ നിങ്ങൾ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. 1500 പേജും 1200 പേജും ഒക്കെ ഉള്ള വലിയൊരു PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ പോകുമ്പം അതെല്ലാം ഒന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. മുഴുവൻ കുട്ടികളുടെയും റാങ്ക് ലിസ്റ്റും രജിസ്റ്റർ നമ്പറും ഒക്കെ അവിടെ കിടപ്പുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് 2-3 കാര്യങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രാധാന്യത്തോടെ നിങ്ങൾ കാണേണ്ടത് അതിൻ്റെ അകത്തെ മാർക്ക്, ഇത് ഏതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്, ഏതെല്ലാം റിപ്പോർട്ട്, ഏത് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടേണ്ടത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ തവണത്തെ മാർക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റും എന്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യയിലൊട്ടാകെ ഒരു 26,000-ഓളം റാങ്ക് വരുന്ന കുട്ടികൾക്കൊക്കെ IITയിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം, നമുക്ക് ആദ്യത്തെ IIT ബോംബെയിലോ IIT മദ്രാസിലോ ഒക്കെ അങ്ങനെയൊക്കെ പോകേണ്ടവരുണ്ട്. തീർച്ചയായിട്ടും അതിൽ തയ്യാറെടുക്കുന്നവർ അങ്ങനെ തയ്യാറെടുക്കണം. അതിൽ താഴെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് ഒരു പരിധിവരെ ഒരു ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എത്ര റാങ്ക് വരെ പോകാം എന്ന് തീരുമാനിക്കുകയും അത് വരുത്താൻ ആ വർഷത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ലിസ്റ്റ് ആ റിപ്പോർട്ടിൻ്റെ അകത്തുണ്ടാവും. അവിടെ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടുന്നത്, പല റിപ്പോർട്ടുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. ആ റിപ്പോർട്ടുകൾ ഓരോന്നായിട്ട് കാണുമ്പം നമ്മൾ തന്നെ രസകരമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. 2022 കിട്ടിയ മാർക്ക് എന്തൊക്കെയാണ്, 2022 കിട്ടിയ മാർക്കുകൾ നോക്കുമ്പം അതിൻ്റെ ഡെപ്തിലുള്ള മാർക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ വർഷത്തെ മാർക്കിനേക്കാൾ വളരെ ഇച്ചിരി കൂടെ എളുപ്പമുള്ളവയായിരുന്നു 2023. 2024 എത്തുമ്പം വളരെ എളുപ്പമാണ്, കാരണം മാർക്ക് ലെവലും റാങ്ക് ലെവലും കൂടി നോക്കുമ്പോഴാണ്. എന്നാൽ 2025 എത്തുമ്പോൾ ഒരല്പം കൂടി ടഫായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ കുട്ടികൾ എഴുതുമ്പോഴും ഉണ്ടാകുന്ന റാങ്കുകൾക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസ്ഡ് റാങ്ക് ഓരോ IITകളിലോട്ട് നോക്കുമ്പം കിട്ടുന്നത് വെച്ചുകൊണ്ടാൽ മാർക്കിലല്ല കാര്യം ഇരിക്കുന്ന റാങ്കിലാണ്. അപ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന
പൊതുവുള്ള കുട്ടികളിൽ 20,000 പേർക്ക് ഉണ്ടാവുന്ന റാങ്ക്. അവർക്ക് ഏതൊരു NIT പോയി ജോയിൻ ചെയ്തതിനേക്കാൾ നല്ലത് ഒരു നല്ല IIT പോയിട്ട് ഇച്ചിരി നല്ല താഴെയുള്ള റാങ്കാണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ കുട്ടികൾ ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ഏതെല്ലാം ബ്രാഞ്ചുകളുണ്ട്, ആ ബ്രാഞ്ചുകളിൽ ഏതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഏതെല്ലാം IIT അവിടെ ഏതൊക്കെ IIT പോകണം, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓഫ് ടൈമിൽ പഠന വിരുദ്ധ അല്ലെങ്കിൽ പഠിക്കാനില്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യുകയും അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുകയും പേരൻസ് അത് നോക്കിയിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നിടത്ത് അവരുടെ ടെൻഷൻ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയുണ്ടാവും. അപ്പോൾ ആ മാർക്ക് മേടിക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, IIT നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആ പഠന പ്രക്രിയയോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഷർ ഫ്രീ ആക്കാനായിട്ട് ഈ എക്സാമിനേഷൻ്റെ പാറ്റേണുകൾ എങ്ങനെയാണ്. ഇനി എനിക്ക് പ്രധാനപ്പെട്ട രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, IIT എക്സാമിനേഷൻ്റെ പ്രത്യേകത, ഒരു ദിവസം 2 സെക്ഷനിലിട്ട് 6 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാമിനേഷൻ. ഒരു 6 മണിക്കൂർ എക്സാമിനേഷൻ എഴുതുന്ന ഒരു ദിവസം തന്നെ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു 3 മണിക്കൂർ പഠിച്ചു കഴിയുമ്പം തന്നെ നമ്മുടെ തല പെരുത്ത് അല്ലെങ്കിൽ തലയുടെ ബാക്ക് ചൂടാവുകയോ തണുത്തു പോവുകയോ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഉച്ചവരെയുള്ള പരീക്ഷ കഴിഞ്ഞ് ഒരു കൂളിംഗ് ടൈം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയും കൂടി എഴുതി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രഷർ ചേഞ്ചസ് ഉണ്ട്. എല്ലാ കുട്ടികളും ഒരുപോലെ അതിന് വിധേയമാവുന്നത് കൊണ്ട് നമുക്കതിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷ നിങ്ങൾ എടുക്കുമ്പം നമ്മുടെ ബുദ്ധി അതുപോലെ തന്നെ നമ്മുടെ കായികക്ഷമതയും ഇത് രണ്ടും നിങ്ങൾ രണ്ടാക്കി തന്നെ കാണണം. കായികക്ഷമത എന്ന് പറഞ്ഞാൽ കയ്യിൽ ഉള്ള ഒരു പ്രത്യേകത, കൈകൊണ്ട് നമുക്ക് എന്തുമാത്രം വരെ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യാൻ പറ്റും. പെൻ ആൻഡ് പേപ്പർ എന്നുള്ള കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് തന്നെ ആലോചിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ലോജിക്കൽ സ്കില്ല് ഉള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ 2025 നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായി കാണും. വളരെ രസകരമായൊരു ചോദ്യമാണ്. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് 2 ഇക്വേഷനാണ്. ഒന്ന് ഡിഗ്രി x³ ഒരു ഇക്വേഷനും x⁴ 2 ഇക്വേഷൻ f(x) ആണ്. അത് തുല്യമാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഫോർ ഓൾ വാല്യൂസ് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതല്ല. സാധാരണ നമ്മൾ തുല്യമാക്കുമ്പോഴാണ് f(x) = g(f(x) എടുത്താൽ ലെഫ്റ്റിലോട്ട് എടുത്തു കഴിയുമ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് 0 കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷനായിട്ട് മാറും. ഇനി അതിന് റൂട്ടുണ്ടോ എന്നാണ് അപ്പം പറയുന്നത്. ഇത് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ഉള്ളതിന് റൂട്ടില്ല എന്ന് പറയുമ്പം എനിക്ക് അങ്ങനെ f(x - g(f)x) എടുക്കുമ്പോൾ ഒരു ക്യൂബിക് ഓർഡർ ഇക്വേഷൻ കിട്ടുക. ക്യൂബിക് ഓർഡർ ഇക്വേഷന് റൂട്ട് ഉണ്ടായേ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് റൂട്ടില്ലെങ്കിൽ അവിടെ x³ ടൈം ഇല്ല എന്നും ബാക്കിയാണ് ഉണ്ടാകുക എന്നുമുള്ള മെസ്സേജ് അത് ലോജിക്കൽ സ്കില്ലാണ്. ഇത് ലാസ്റ്റ് റൗണ്ടിലോട്ട് വരുന്ന കുട്ടികളാണ് ആലോചിക്കുന്നത്. എനിക്ക് ആദ്യ റൗണ്ടിൽ എല്ലാവർക്കും എല്ലാ രൂപത്തിലും ആലോചിക്കാൻ പറ്റും. ആദ്യത്തെ 1 മണിക്കൂർ, രണ്ടാമത്തെ 1 മണിക്കൂർ നമുക്ക് കുറേയും കൂടി ബുദ്ധിമുട്ടിയൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ചില ചോദ്യങ്ങളെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ബ്രെയിൻ വളരെ എഫക്റ്റീവായിട്ട് നിലനിൽക്കണം. അപ്പോൾ ചെറിയ മെട്രിക്സസിൻ്റെയും അതുപോലെ വെക്ടറിൻ്റെയും ഒക്കെയുള്ള കാൽക്കുലേഷൻസ് ബുദ്ധിയിൽ കൂടെ മാത്രം ചെയ്ത് ശീലിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ അത് പേപ്പറിൽ തന്നെ ചെയ്ത് വാല്യൂ എടുക്കും. അവിടെ നമുക്ക് ബ്രെയിനെ നമുക്ക് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നിർത്താൻ പറ്റും. വിഷ്വൽ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്ത് ശീലിച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ പരീക്ഷകൾ നിങ്ങൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പരമാവധി ചെറിയ ചെറിയ കാൽക്കുലേഷനുകളൊക്കെ പേപ്പറിൽ തന്നെ ചെയ്ത് ബ്രെയിൻ വളരെ കൂളായിട്ട് നിർത്തുക. എന്നിട്ട് IIT ചോദ്യങ്ങളിലോട്ട് ചെല്ലുമ്പം ആ ബ്രെയിൻ കൂടുതൽ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അതൊരു പ്രാക്ടീസിംഗ് ആണ്. ഈ പ്രാക്ടീസിംഗ് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പരീക്ഷകളിലൂടെ തന്നെയാണ് പ്രാക്ടീസിംഗ് വരിക. ഒരു കാരണവശാലും ബോർഡ് ലെവലിൽ നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ ബോർഡ് ലെവലിൽ പഠിച്ചാൽ പോരാ. ബോർഡ് ലെവലിൽ നമ്മൾ ടോപ്പിൽ എത്തണമെങ്കിൽ നിങ്ങളൊരു കീം ലെവലിൽ നന്നായിട്ട് പഠിക്കണം. കീം ലെവലിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നത് എന്താ? ഒരു ബോർഡ് ലെവലിൻ്റെ സ്കോറാണ്. ഒരിക്കലും കീം ലെവലിൽ നല്ല റാങ്ക് കിട്ടത്തില്ല. കീം ലെവലിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടണമെങ്കിൽ നമുക്കതിനും മുകളിലുള്ള ഒരു JEE മെയിൻ ലെവൽ നിങ്ങൾ പഠിക്കണം. അപ്പോൾ JEE മെയിൻ ലെവൽ എടുത്ത് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? നിങ്ങൾക്ക് കീം ലെവൽ എളുപ്പമാവുകയാണ്. അപ്പോൾ JEE മെയിൻ ലെവൽ നിങ്ങൾ പഠിച്ചിട്ട് എളുപ്പം ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും മുകളിലുള്ള ഒരു ലെവൽ എടുക്കണം. എങ്കിലേ JEE മെയിൻ നിങ്ങൾക്ക് എളുപ്പമാവും. JEE മെയിൻ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിലുള്ള അഡ്വാൻസ് ലെവലാണ്. ഈ അഡ്വാൻസ് ലെവൽ നിങ്ങൾ പഠിക്കാൻ പറ്റണം. അവിടെ ഈ അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത് എളുപ്പമാണെങ്കിൽ അതിനും മുകളിലുള്ള ലെവൽ വേണം. അതിന് മുകളിലുള്ള ലെവൽ നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട് ബ്രില്യൻറ്റിൻ്റെ നമ്മുടെ എക്സാമിനേഷൻ ഇതിനൊക്കെ മുകളിലുള്ള ഒരു പാറ്റേണാണ്. അതെല്ലാം ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ഓഫ് ടൈമിൽ ഇവയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചോദ്യം വരാമെന്നുള്ള ഫീൽ ഉണ്ടാക്കുകയും അതിലൂടെ അതിൽ താഴെയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ എമംഗ് ദ ടോൾ സ്റ്റേജ് നമുക്ക് ബ്രില്യൻ ലെവലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ കാലിബറിനെ കൂട്ടുകയും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂട്ടുകയും ചെയ്യും.
പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കോ റാങ്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത്. പരീക്ഷ കഴിഞ്ഞിട്ട്, ബ്രില്യൻ ലെവലിലുള്ള പരീക്ഷ കഴിഞ്ഞിട്ട് അതിലെ ചോദ്യങ്ങൾ റീവർക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. ഇത് പഠിത്തത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പരീക്ഷകൾ കഴിയുമ്പം കിട്ടുന്ന ചോദ്യങ്ങളെ വീണ്ടും കണക്കാക്കിയെടുക്കുകയും കണക്കാക്കിയെടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് കാര്യമായിട്ടുള്ളത്. ഇതെല്ലാമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, ഒരു IITian ആവുന്നത് ഒരു പാഷനായിരിക്കണം, നമുക്ക് ഒരു നമ്മുടെ ഹാബിറ്റ് ആയിരിക്കണം. ആ രീതിയിലോട്ട് നിങ്ങളുടെ ശ്രമപ്പെട്ട ജോലികളെ ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പം കിട്ടുന്ന ഒരു അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ഈ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷമാണെന്ന് അറിയുക. അതിനുവേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നേരത്തെ തുടങ്ങുക. തുടർച്ചയായിട്ടുള്ള ശ്രമം വിജയം കണ്ടെത്തും, ഒരു സംശയവും വേണ്ട. ഈ മാർക്കും അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും കൂടി ഒബ്സർവ് ചെയ്ത് പഠിക്കുക. എല്ലാ ഭാഗങ്ങളും ആശംസകളും നൽകുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.